ഹേ ഗൈസ്, ഇന്ന് ഉച്ചയാവാറായപ്പോഴേ കൂട്ടുകാരെ വിളിക്കുന്ന 100 മന്തി മേടിക്കാൻ കൊണ്ടുപോകാമോ. അതിനുശേഷം ഇപ്പം അവനെയും വിളിച്ചിപ്പോൾ നേരെ പോകുന്ന മന്തി മേടിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും തീർന്നു പോയെന്ന് പറഞ്ഞാൽ 1/4 മണിക്കൂർ നേരത്തെയാണ് വന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 1-2 ആൾക്കാരുടെ നിൽപ്പുണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ ഒരു 12 മണിക്ക് ആയപ്പോഴത്തേക്കും ഉസ്താദും വണ്ടിയും വന്നു കഴിഞ്ഞു. വണ്ടിയും മന്തിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കായി പോയി. മന്തിയോട് ചെമ്പ് പൊട്ടിക്ക് മുമ്പായിട്ട് ആൾക്കാർ മനസ്സ് പൊട്ടി തന്നെ പറയാം. ഓരോ മിനിറ്റ് കൂടുന്നതും ആൾക്കാർ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഇപ്പം മന്തി കൊടുത്തു തുടങ്ങി. നമ്മൾ ആദ്യം വന്നതുകൊണ്ട് നമ്മുടെ മന്തിയും വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അതുപോലെ ലൊക്കേഷൻ വന്നേക്കെന്ന് പറയുകയാണെങ്കിൽ മാവേലിക്കര പന്തളം റൂട്ടിൽ മാങ്ങാങ്കുഴിക്ക് ഇരട്ടപ്പുഴന്ന് തൊട്ടടുത്തായിട്ടാണ്. അവിടെ നിന്ന് ഇനി മന്തിയായിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലൊക്കെ വന്ന് മന്തിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ 2 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള റൈസാണ് ഉള്ളത്. ശേഷം മന്തി എല്ലാം കഴിച്ച് ഇനി അടുത്ത നേരെ പോകുന്ന അരി പൊടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അരി എടുത്ത് വണ്ടി എടുത്ത് നേരെ പോകുന്ന മില്ലോട്ടാണ്. ശേഷം ഞാനിപ്പോൾ മില്ലൊക്കെ വന്ന് പൊടിക്കാനുള്ള അരി കൊടുത്തപ്പോൾ താമസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കടയിൽ പോയിട്ട് പച്ചക്കറി മേടിച്ചാൽ പറഞ്ഞ് നേരെ പോകുന്ന പച്ചക്കറിയോട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇനി മുടി വെട്ടാന്ന് പറഞ്ഞ് നേരെ ചെന്ന് കയറിയപ്പോഴത്തേന് അവിടെ ഭയങ്കര ആള്. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾ കുറവായിരുന്നു. അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നിട്ട് കുളിയിലേയും കഴിഞ്ഞ് അടുത്തായിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പുറത്തോട്ട് പോയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചായക്കട കയറിയപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പം പുറത്തോട്ട് പോയാലും ചായ കുടിക്കാൻ മരുന്ന ഒരു കട തന്നെയാണ് ഇപ്പോൾ കയറി. ചായ കുടിക്കുന്ന ഇടയ്ക്ക് വേറെ കൂട്ടാൻ വിളിക്കുന്നത് അമ്പലത്തിൽ പോയി കർക്കിടക കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഞങ്ങളെ എത്തിയപ്പോൾ തന്നെ കഞ്ഞിയെല്ലാം തീരാൻ പോകുക. ഞങ്ങളുടെ ഭാഗത്ത് എച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. കിട്ടുകയല്ലേ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ കഞ്ഞി കൂടിയും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഈ വീഡിയോ വേണ്ടി പോകുമ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കണക്കാം. ബൈ.